ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് മാങ്ങ അച്ചാർ. അപ്പം വടക്കേന്ത്യക്കാരൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാനൊന്ന് എടുക്കുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ എന്നാ പറയുന്നത് അതിൻ്റെ മാങ്ങാണ്ടി മുറ്റി ആ പരുവം, നല്ല മുറ്റിയ മാങ്ങാണ്ടി. അതിനകത്തെ പരിപ്പൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒറ്റ വെട്ടിന് കീറണം. മനസ്സിലായോ? ഒരു വെട്ടിന് ഒരു മാങ്ങ കീറിയിട്ട് അപ്പം 4 പീസാക്കും ഒരു മാങ്ങ. അങ്ങനെ വെട്ടി കീറി മഞ്ഞൾ, ഉപ്പ് ഇത് ഒക്കെ ഇട്ട് ഞാൻ വെയിലത്തൊരു 4-5 മണിക്കൂർ ഇന്നലെ ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിനി അത് അച്ചാറിടാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ട സംഗതികളെന്ന് പറയുന്നത്, മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, ആവശ്യത്തിന് മഞ്ഞൾ, പിന്നെ ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ ഉലുവ, കടുക്, പിന്നെ നല്ല വലിയ പെരുംജീരകം. മനസ്സിലായോ? പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഈ കടുകും ഉലുവായൂടെ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിക്കണം. കടുക് ഉലുവായൂടെ വറുത്തതിന് ശേഷം അതൊന്ന് കടുകൊന്ന് ചതച്ച് എടുക്കുക, ഉലുവായും ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും സംഗതികളാണ് വേണ്ടിയത്. പിന്നെ നല്ലെണ്ണയിലാണ് ഇതിടുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നല്ല എളുപ്പമുള്ള ഒരു സംഗതി, എന്നാൽ ഇച്ചിരി കഷ്ടപ്പാടുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. നമ്മൾ സാധാരണ മാങ്ങ ഇടുന്നത് പോലെ അല്ല ഇത്. ഇനി ഇത് ചൂടാക്കുന്നൊന്നുമില്ല. വെട്ടിക്കീർന്ന ഒറ്റ വെട്ടിന് കീറണമെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? പിന്നെ ചതയേരുത്. ഒറ്റ വെട്ടിന് ഈ സംഗതി കീറണം. എന്നിട്ട് ഇതിനകത്തെ പരിപ്പെടുത്ത് കളയുക. ഇച്ചിരി നല്ല മൂർച്ചയുള്ള പിന്നെ വാക്കത്തി ഉണ്ടെങ്കിൽ, നല്ല സ്റ്റീലിൻ്റെ നല്ല ഫ്രഷായിട്ട് പുത്തൻ ആയിരുന്നു എൻ്റെ വാക്കത്തി. അപ്പോൾ അത് വെച്ച് ഒറ്റ അടി അടിക്കുമ്പോൾ അങ്ങനെ മുറിഞ്ഞു വരും. അപ്പം കഴിവതും ചവയാതെ നോക്കണം. അപ്പം വെയിലത്തൊരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ട് കൊണ്ടുവന്നേക്കാണ്. ഇനി ഞാനിത് അച്ചാറിടുന്ന പരിപാടി തുടങ്ങാൻ പോകും. അങ്ങനെ നമ്മുടെ ഉലുവ മണം വന്നു തുടങ്ങി, പൊട്ടാൻ തുടങ്ങി, പൊട്ടി തുടങ്ങി. ഉലുവയുടെ വേണ്ട, ഉലുവ മൂത്തു. ഇത്രയും മതി, കറുത്തങ്ങ് പോകരുത്. ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ അതെടുക്കുക. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കടുകിടുന്നു. കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ല ചൂടായി വരുമ്പോൾ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഓഫാക്കുക. അങ്ങനെ നമ്മുടെ കടുക് നല്ല ഭംഗിയായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചേ എടുക്കാവൂ. പിന്നെ പൊടിഞ്ഞു പോകരുത്. കടുക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനിത് ഓഫാക്കി. കടുക് നല്ലതുപോലെ മൂത്തു. ഒന്ന് വളർത്തി എടുക്കുക. അതിൻ്റെ കരിന്തൊലി അങ്ങ് വേണം, മൂക്കുന്നത്രയും കളയുക. അപ്പം കടുകും ഉലുവായും വറുത്തിനെയും പെരുംജീരകവും കൂടെ ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. ഇനി നമുക്കന്നേരം നല്ലെണ്ണ, എള്ളെണ്ണ ഇതിലേക്ക് ഒന്ന് ചൂടാക്കാൻ ഒഴിക്കുക. 1 ലിറ്റർ എള്ളെണ്ണയാണ് ഇത്. എന്നിട്ട് എണ്ണയൊന്ന് തിളക്കിയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്തൊക്കെയാണ് ഞാൻ കടുക് പൊടിച്ച് വെച്ചത്, പിന്നെ പെരുംജീരകം ചതച്ചത്, ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഉപ്പും എല്ലാം കൂടി ഇട്ട് നമ്മുടെ മാങ്ങയിലേക്ക് മിക്സ് ചെയ്യും.
പൊടികളെല്ലാം ഇട്ടു. പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ. കായപ്പൊടി, മഞ്ഞൾ. ഇനി ഉപ്പിടുന്നത്, ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് ഞാൻ വെയിലത്ത് വെച്ചത് മാങ്ങ. അപ്പോൾ അതതിൻ്റെ പരുവത്തിന് വേണം ഉപ്പിടാൻ. ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയില്ല. ഓക്കെ. ഇതൊന്നാറിയതിന് ശേഷം നമ്മുടെ മാങ്ങയിലേക്ക് ഇത് ഒഴിക്കണം. എന്ത് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണെന്നറിയാമോ? ഇത്തിരി കഷ്ടപ്പാടായിരുന്നു വെട്ടി മുറിക്കാൻ. ചതയാതെ ഒരേ ഇതി കിട്ടണം. അപ്പം ഞാനിത് മിക്സ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി മക്കളെ. കണ്ടോ? അവനെ ഇളക്കി എല്ലായിടും അതിൻ്റെ ആ ഗ്രേവി ഒരുപോലെ എല്ലാ പീസയിലും പിടിച്ചു. ഇനിയും നല്ല ഭംഗിയായിട്ട് കഴുകി ഉണക്കിയ ഒരു ഭരണിക്കകത്ത് ഇട്ട് കെട്ടി അടച്ചു വെക്കുക. എണ്ണ മേളി നിൽക്കണം. നമ്മൾ നല്ല എയർ ഇടയ്ക്കില്ലാത്ത രീതിയിൽ കഷ്ണം നല്ലതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഇനിയും കുറച്ച് എണ്ണയും കൂടെ ചൂടാക്കി ആ മേളിലത്തെ ലെയറിൽ നല്ല പൊങ്ങിക്കിടക്കുന്ന പോലെ എണ്ണ ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യാനാണ് ഇനിയപ്പം ഞാൻ ഭരണിയൊക്കെ എടുത്ത് ഭരണിയിലിടാം. അങ്ങനെ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് മിക്സ് ചെയ്തത്, അല്ലാതെ ഒന്നിച്ച് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ നല്ല നാവിൽ വെള്ളം ഊറും ഇതിലൊരു പീസ് അങ്ങോട്ട് അടുത്ത വർഷം ഈ സമയം എടുത്ത് കഴിക്കണം. അല്ലെങ്കിൽ ഒരു 5-6 മാസമെങ്കിലും കഴിയാതെ ഇതെടുത്താൽ അതിന് രുചി വരത്തില്ല. ഒരു 4-5-6 മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഇതിലൊരു പീസ് മതി മക്കളെ ചോറുണ്ണാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ 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 മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇച്ചിരി വെട്ടിക്കീറുന്നതിൻ്റെ പ്രയാസമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല സൂപ്പർ മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഓക്കേ. ഇനി ഇത് നകക്ക എണ്ണ 1 കിലോ എണ്ണ കൂടെ മേടിക്കേണ്ടി വരും. എണ്ണ ഞാൻ 1 kg മേടിച്ചുള്ളായിരുന്നു. ഇനിയിപ്പം 1 kg കൂടെ മേടിച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിക്കണം. മേളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതയാണ്. അപ്പം നാളെ എണ്ണയൊക്കെ ഒഴിക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഫൈനൽ സ്റ്റേജിലായി. എണ്ണ നിറയെ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇത്ര എണ്ണ വേണം. പിന്നെ അതിൻ്റെ ഫുൾ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് കിടക്കണം. അങ്ങനെ നമ്മുടെ അച്ചാറുകൾ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ 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 മാങ്ങ പിക്കിളാണ്. ഓക്കെ, ബൈ.